ക്യാബിനറ്റ് പദവിക്കായി സുരേഷ് ഗോപിയുടെ വിലപേശൽ. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം പോരാ എന്ന സന്ദേശമാണ് സുരേഷ് ഗോപി നൽകുന്നത്. സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഉള്ളതിനാൽ സഹമന്ത്രി പദം ഒഴിവാക്കി തരണമെന്ന് നേതൃത്വത്തോട് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതായി പുറത്തുവരുന്ന വാർത്തകൾ. സുരേഷ് ഗോപിയുടെ വിലപേശലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ജോർജ് കുര്യന്റെ അപ്രതീക്ഷിത മന്ത്രിസ്ഥാനത്തിലടക്കം ഞെട്ടലിലുള്ള സംസ്ഥാന ഘടകം നേതൃമാറ്റം ഉണ്ടാകുമെന്ന ആശങ്കയിലുമാണ്. സഹമന്ത്രിസ്ഥാനം മാത്രം ലഭിച്ചതിൽ വലിയ അതൃപ്തി തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മുതൽ പ്രകടമാക്കുന്നത്. തൃശൂരിൽ നിന്നും ജയിച്ച ദില്ലിയിലേക്ക് വരുമ്പോൾ ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ ലഭിക്കുമെന്ന കണക്കുകൂട്ടലുകളിൽ ആയിരുന്നു സുരേഷ് ഗോപി. ഇതിനു പുറമെ കേരളത്തിൽ നിന്ന് രണ്ടാം മന്ത്രിയായി ജോർജ് കുര്യൻ അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലേക്ക് എത്തിയതും സുരേഷ് ഗോപിയുടെ അതൃപ്തിക്ക് കാരണമാണ്. നിലവിൽ സാംസ്കാരിക വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനമാകും സുരേഷ് ഗോപിക്ക് ലഭിക്കുക. ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ വകുപ്പോ ലഭിക്കും. ഈ സാഹചര്യത്തിൽ സഹമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന സമ്മർദ്ദം തന്നെയാണ് സുരേഷ് ഗോപി ചെലുത്തുന്നത്. സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കാനുണ്ടെന്നും അതിനാൽ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തോറ്റാലും ജയിച്ചാലും മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും, അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട്, അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി, എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി, എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു. അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുക. സുരേഷ് ഗോപിയുടെ അതൃപ്തിക്ക് പുറമെ ജോർജ് കുര്യൻ മന്ത്രിയായതിലടക്കം സംസ്ഥാന നേതൃത്വവും ആശ്ചര്യത്തിലാണ്. നേതൃമാറ്റമടക്കം ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറിയാൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യത ഏറെയാണ്. കൃഷ്ണദാസ് പക്ഷത്തു നിന്നും MT രമേശിനും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.